വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 72-73 തിരുവചനങ്ങൾ. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഖറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചനപരമായ തൻ്റെ സ്തുതികൾ വീണ്ടും തുടരുകയാണ്. രണ്ട് കാര്യങ്ങളാണ്: പിതാക്കന്മാരോട് ചെയ്ത കാരുണ്യം, വാഗ്ദാനത്തിലെ കാരുണ്യം നിവർത്തിക്കാൻ; രണ്ട്, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയുടെ അനുസ്മരണം. പിതാക്കന്മാരെന്ന് പറയുമ്പോൾ ഒന്ന് പൂർവ്വപിതാക്കന്മാർ, അത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. പിന്നെ വേണമെങ്കിൽ 12 ഗോത്ര തലവന്മാരായ 12 ഗോത്രപിതാക്കന്മാർ. ഈ പിതാക്കന്മാരോടെല്ലാം ദൈവം ചെയ്ത വാഗ്ദാനത്തിൻ്റെ കാരുണ്യം, വാഗ്ദാനം ചെയ്യുവാൻ അവിടുന്ന് കരുണ കാണിച്ചു. അത് യേശുവിലൂടെ നിവർത്തിക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി സ്നാപക യോഹന്നാൻ ജനിക്കുന്നു. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി എന്താണ്? ഉൽപ്പത്തി 1:22 കാണാം. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, വലിയൊരു ജനതയാക്കും. ജനതകളെല്ലാം അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സകലരും, യഹൂദര് മാത്രമല്ല, വിജാതീയരും യഹൂദരും തമ്മിൽ സമാധാനമുണ്ടാകാൻ പോകുന്നു. ആ സമാധാനം യേശുവാണ്. നിയമം ലഭിച്ചിരുന്നവരും നിയമം ലഭിക്കാത്തവരും, പാപികളും നീതിമാന്മാരുമായി പഴയ നിയമത്തിൽ ഗണിക്കപ്പെട്ടിരുന്ന സകലർക്കും ക്രിസ്തുവിൽ സമാധാനം ലഭിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനത്തിലെ കാരുണ്യം എന്ന് പറയുമ്പോൾ യേശുവിന് മുൻപ് ജീവിച്ച് കടന്നുപോയവരോടും യേശുവിൻ്റെ ജനനം വഴി ലഭിക്കാൻ പോകുന്ന കരുണ അവർക്കും ലഭിക്കാൻ പോകുന്നു. മരിച്ചവരായ സകലർക്കും, പൂർവ്വപിതാക്കന്മാർക്ക്. അതുകൊണ്ടാണല്ലോ ഞാൻ അബ്രാഹത്തിൻ്റെ ദിനങ്ങൾ കണ്ടു, അബ്രാഹം എൻ്റെ ദിനങ്ങൾ കണ്ടു എന്ന് ഈശോ പറയുന്നത്. അതുപോലെ കൊളോസോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനത്തിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എന്ന് പറയുമ്പോൾ ദൃശ്യവും അദൃശ്യവുമായ സകലതിനോടും. ദൃശ്യമായവർ ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അദൃശ്യമായവർ ശരീരത്തിൽ നിന്ന് വേർപെട്ട് ആത്മാവിൽ ജീവിക്കുന്നവർ, മുൻപ് കടന്നുപോയവർ. ഈ സകലർക്കും കർത്താവിൻ്റെ രക്തത്താൽ ആണ് സമാധാനം ലഭിക്കുന്നത്. നമുക്കറിയാം, ഈ സമാധാനം യേശുവാണെന്നും യേശു ജീവനാണെന്നും. നിത്യജീവനിലേക്ക് മുൻപുണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും, നിയമം ലഭിച്ചവരും നിയമം ലഭിക്കാത്തവരും, മറ്റൊരർത്ഥത്തിൽ യഹൂദരും വിജാതീയരും നിത്യജീവൻ പ്രാപിക്കുവാനുള്ള കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തു. ആ യേശുവിൻ്റെ മുൻഗാമിയായി സ്നാപക യോഹന്നാൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.